അവിടെ നിന്നിട്ട് ആ ചെറിയ പയ്യൻ നിന്ന് ഇന്ന് ഭയങ്കര ഒരു ഹീറോ ആണ്, ടോപ്പ് ലെവലിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത്രയും റെമ്യൂണറേഷൻ വാങ്ങിക്കുന്ന മറ്റൊരാളില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അയാളുടെ പെർഫോമൻസ്. അപ്പൊ കൂടെ നിങ്ങളും വളരുകയാണ്. ഇതിനകത്തൊരു ട്രാപ്പ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഇതിനകത്തൊന്നും മാറാൻ പറ്റില്ല, അവർക്കത് മാറ്റാനും പറ്റില്ല. അതൊരു ചില സമയത്ത് അതൊരു സ്വാതന്ത്ര്യക്കുറവായിട്ട് തോന്നുന്നു. അതേ, പക്ഷെ അത് ആസ്വദിക്കുന്നുണ്ടോ? ഞാനത് ആസ്വദിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്നിപ്പോ നമ്മൾ സംസാരിക്കുന്ന ഇന്നലെ രാത്രിയാണ് സൗദി അറേബ്യയിൽ നിന്ന് വരുന്നത്. 10 ദിവസം ആസിഫ് അലിയെ വെച്ചിട്ട് അവിടെ ഒരു തുടർച്ചയായിട്ടുള്ള ഷൂട്ടായിരുന്നു, പരസ്യങ്ങളുടെ ഷൂട്ടായിരുന്നു സൗദിയുടെ പല ഭാഗത്ത്. അപ്പോൾ ഞാൻ ആ ഷൂട്ട് ഞാൻ 2 മാസം മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. ഈ സൗദിയിലെ ഷൂട്ട് 2 മാസം മുമ്പ് കമ്മിറ്റ് ചെയ്തതാണ്. അപ്പൊ പുഷ്പ എന്നെ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പൊ വരും. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് നീണ്ടു പോകും. അപ്പൊ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, സൗദിയിൽ ഒരു ഷൂട്ടുണ്ട്, അതെനിക്ക് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. സൗദിയിൽ മറ്റ് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് പ്രൊഫഷണലി ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. മാത്രമല്ല അവരുണ്ടെങ്കിൽ തന്നെ കണ്ടന്റ് കൊടുത്തു വിടില്ല. കണ്ടന്റ് അവിടെ നിന്ന് സുകുമാർ സാറിന്റെ ഒരു അസിസ്റ്റന്റിന്റെ കയ്യിൽ ഹാർഡ് ഡിസ്ക് കൊടുത്തു വിട്ടിട്ട് നമ്മൾ ചായ കുടിക്കാനുള്ള ബ്രേക്ക് ഇല്ലേ, ആ ബ്രേക്കിന് പോയി ഹാർഡ് ഡിസ്ക് കൂരി കൈപ്പിടിക്കും. മനസ്സിലായി? അങ്ങനെ വേണം. നമ്മൾ സിനിമയെ അത്ര ഗൗരവമായിട്ടാണ് കാണുന്നത്. ഒരു സീൻ പോലും അവരില്ലാതെ കാണിക്കില്ല. അവരുടെ ഒരു ആളില്ലാതെ, റെപ്രസെന്റേറ്റീവ് ഇല്ലാതെ ഒരു സീൻ പോലും അവർ നമ്മളെ കാണിക്കില്ല. ടീ ബ്രേക്കിന് പോലും ഊരിയെടുക്കും. അപ്പോൾ ഈ അവസ്ഥ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഡബ്ബിംഗ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ എന്നെ വെച്ച് തുടങ്ങിക്കും. എന്നിട്ട് നമുക്കൊരു 10, 15, 20 ദിവസം എടുത്ത് തീർക്കാന്ന്. പക്ഷെ സൗദി പോയി കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചോദിച്ചുകൊണ്ടാട്ടോ ഞാൻ ഈ വളച്ചേട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർ മാക്സിമം ഇവിടുത്തെ സതീഷും ഒക്കെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഈ ഫോർ എന്റർടൈൻമെന്റ്സ് മുകേഷ് സാറ്, പിന്നെ അല്ലുവിന്റെ കൂടെയുള്ള സായി ഗോപാൽ സാർ, ഇവരെല്ലാവരും ഈ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കഴിയുന്ന സീൻസ് എനിക്ക് അയച്ചു തരികയും ഞാൻ അന്നന്ന് ഡബ് ചെയ്യുകയും 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുതൽ ഒരു ദിവസം ഡബ് ചെയ്തിട്ടില്ല ഈ പടം പുഷ്പ 2. പക്ഷെ 10 ദിവസത്തോളം ഡബ് ചെയ്തു, അങ്ങനെ 3 മണിക്കൂർ വെച്ചിട്ട് 10-12 ദിവസം ഡബ് ചെയ്തു. എന്നാലും ചില സീനുകളൊക്കെ കറക്ഷൻസ് ഇഷ്ടം പോലെ വന്നു. 2 സീൻ ഉണ്ടായിരുന്നതിന്റെ ഡയലോഗ്സ് ഒന്നാക്കി മാറ്റി, വെട്ടിയിടയ്ക്ക്, അപ്പൊ വീണ്ടും ഡബ് ചെയ്യണം. പാട്ടിനിടയ്ക്ക് ചില ഡയലോഗ്സ് ഉണ്ട്, അത് അങ്ങനെ തീർത്തു. അങ്ങനെ സൗദി അറേബ്യയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ലാൻഡ് ചെയ്തപ്പോൾ കേൾക്കാൻ എനിക്ക് വോയിസ് മെസ്സേജ്, ദേവിശ്രീ പ്രസാദ് പറഞ്ഞു, മറ്റേ സീനിൽ പറഞ്ഞിരിക്കുന്ന ഡയലോഗ് ഒരു പാട്ടായിട്ട് ചെയ്താൽ കൊള്ളാമെന്ന്. അപ്പൊ അതൊരു പാട്ടായിട്ട് അല്ലു പാടി, നല്ല രസമുണ്ട്, അല്ലു പാടിയത് നിങ്ങൾക്ക് അയച്ചു തരാം, ഇത് കേട്ടിട്ട് ഇതുപോലെ മലയാളത്തിൽ പാടണം. ഞാൻ പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിലാണ്, അപ്പോൾ വേറെ മാർഗമില്ലല്ലോ. പിന്നെ എന്ത് പറയാൻ, അവിടെ നിന്ന് ഒരു മൈക്കൊക്കെ മേടിച്ച്, കിട്ടാവുന്ന രീതിയിൽ ഒരു മൈക്ക് മേടിച്ച് ആ മൈക്കിൽ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുത്തു. അതാണ് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആയിരുന്നതുകൊണ്ട് ഇവിടുത്തെ ഫംഗ്ഷനിൽ നിൽക്കാൻ പറ്റും. ഇവിടെ ഉണ്ടായിരുന്നില്ല, അതെനിക്ക് വലിയ മിസ്സായി പോയത്. അവരെന്നോട് ആദ്യമേ 1-ാം തീയതി പറഞ്ഞിരുന്നത്. അപ്പൊ ഞാൻ എന്റെ ഷെഡ്യൂളിലെല്ലാം അതനുസരിച്ചാണ് വെച്ചിരുന്നത്. പക്ഷെ പിന്നീട് അവർ പ്രീപോണ്ട് ചെയ്തു 27th അപ്പൊ എന്നെ തലേദിവസം വിളിച്ചിട്ട് അലുവിന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഒരു വീഡിയോ ചെയ്തിട്ട് അയച്ചു തരണം, അവിടെ ഇല്ല സൗദിയിലാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ അയച്ചു തരണം, അതുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അപ്പൊ ഞാനത് ചെയ്തു കൊടുക്കുകയും അത് അവർ പ്ലേ ചെയ്യുകയും ഒക്കെ ചെയ്തായിരുന്നു ഈ ഇവന്റിനിടയ്ക്ക്. സംസാരിക്കുമ്പോൾ ഒരു സാധനം മിസ് ചെയ്യുന്നുണ്ട്, ഒരു ഡയലോഗ്. പുഷ്പയില മതി. പുഷ്പ എന്നാൽ ഫ്ലവർ അല്ലടാ, ഫയർ ആടാ. അതിപ്പോ മാറിയല്ലോ. പുഷ്പ എന്നാൽ ഫ്ലവർ ആണെന്ന് കരുതിയോ? അല്ല, വൈൽഡ് ഫയർ എന്ന് പറയുന്ന സാധനമാണ്. ഇത്രയും കൂടെ കയറി. ഇപ്രാവശ്യം ട്രെയിലറിൽ വേറെ ഉണ്ടല്ലോ, പുഷ്പ നാഷണൽ അല്ല, ഇന്റർനാഷണൽ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുമല്ലേ. മറ്റേ ഇന്ത്യയുടെ ആ ഡയലോഗ് ഉണ്ടല്ലോ, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, ഈസ്റ്റ്, വെസ്റ്റ്, അങ്ങനെ ഒരുപാട് ഇന്ത്യ ഒന്നും ഇല്ലടാ, ഒരേ ഒരു ഇന്ത്യ. അത് എല്ലാ സ്വാതന്ത്ര്യത്തിനും ഈ സാധനം കയറി വരും. അതിന്റെ കൂടെ ഇപ്പൊ സ്പോർട്സിൽ നമ്മൾ ജയിക്കുകയാണെങ്കിൽ അതിന്റെ സ്പോർട്സിന്റെ ഭാഗങ്ങൾ അതിന്റെ കൂടെ ചേർത്ത് വരും. അത് സ്ഥിരമാണ്, ഇങ്ങി ആവർത്തിക്കും. നിങ്ങളുടെ വോയിസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. സത്യത്തിൽ അല്ലു അർജുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജിസ് ജോയിയാണ് എന്ന് വെച്ചാൽ അത് കേൾക്കുന്ന സമയത്ത് ഇത് അല്ലു അർജുൻ ആണെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത്. ഇത് രണ്ടും കൂടെ മെർജ് ആയിട്ടുണ്ട് ഐഡന്റിറ്റി. ഒരു അതിനെ പറ്റിയിട്ട് ഇടയ്ക്ക് ആലോചിക്കാറുണ്ടോ? ആ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഐഡന്റിറ്റിയുമായിട്ട് മെർജ് ആവുമ്പോൾ ഇവിടെ മറ്റൊരു ഐഡന്റിറ്റി ഉണ്ട് ജിസിന്. നമ്മൾ അറിയുന്ന ഒരു സംവിധായകൻ ജിസാണ്. ചില സമയം ഇത് ഡബ് ചെയ്തതാണെന്ന് ചിലർക്കും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അല്ലു അർജുന്റെ ശബ്ദമായിട്ടാണ് അവർ കേൾക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ മനസ്സിലാക്കിയിട്ടില്ല ജിസാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ ഒരു മെർജിങ് ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റി എങ്ങനെയാണ് നോക്കി കാണുന്നത്? നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളെയും നമുക്ക്
അതിന്റെ അർത്ഥത്തിൽ സ്വീകരിച്ച് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. ഒഴിവാക്കാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ചിട്ടും കാര്യമില്ല. അത് അങ്ങനെ ആയിപ്പോയി. കഴിഞ്ഞ 2007 മുതൽ കേൾക്കുന്ന ശബ്ദം എന്ന് പറയുമ്പോൾ 2024 എന്ന് പറയുമ്പോൾ 18 വർഷമായിട്ട് എവറി സാറ്റർഡേ സൺഡേ ടി വിയിലുണ്ടല്ലോ. അത് റിപ്പീറ്റ് ആണല്ലോ. അതായത് എല്ലാ ശനിയും ഞായറും ഏതെങ്കിലും ഒരു ചാനൽ നിങ്ങൾ വെച്ചോളൂ, അല്ലോൻ്റെ ഒരു പടം ഉണ്ടാവും. അപ്പൊ അങ്ങനെ കേട്ടപ്പോൾ നമ്മൾ അതിനകത്ത് ഇനി വേറെ ഒന്നും പറഞ്ഞിട്ട് അത് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ ഇപ്പോൾ ഏതൊരു പടത്തിൽ ഞാനിങ്ങനെ ഫസ്റ്റ് പടം തന്നെ ബൈസൈക്കിൾ തീവ്സിൽ ഒരു ക്യാരക്ടറിന് ഞാനിങ്ങനെ ആലോചിച്ചു, ഡബ് ചെയ്ത് വെച്ചു. എൻ്റെ തന്നെ ഞാൻ സംവിധാനം ചെയ്ത പടമാണല്ലോ. ഒരു ക്യാരക്ടർ വന്നപ്പോൾ അയാൾക്ക് ഞാൻ ഡബ് ചെയ്ത് വെച്ചു. ആസിഫ് ഡബ് ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞു, എടോ ഇത് മാറ്റണോ, ഇത് മാറ്റണം, ഇത് വേറെ ആരെങ്കിലും ചെയ്യണോ. അപ്പം ഞാൻ ചോദിച്ചു അതെന്താ? എടോ ഇത് മറ്റേ അല്ലു അർജുൻ ഓർമ്മ വരുന്നുള്ളൂ, അത് മാറ്റണോ പ്ലീസ്, താൻ ചെയ്യണ്ട. എൻ്റെ സിനിമയിൽ എൻ്റെ ശബ്ദം മാറ്റിച്ചു, ഞാൻ മാറ്റിയിടാം. അപൂർവരാഗം എന്ന് പറഞ്ഞ പടത്തിൽ മൊത്തം നിഷാന് എൻ്റെ വോയിസ് ആയിരുന്നു. അപ്പോൾ ആസിഫും നിഷാനും രണ്ടുപേരും പുതുമുഖങ്ങളാണല്ലോ ആ പടത്തിൽ, കമ്പാരിറ്റീവ്ലി പുതുമുഖം. അപ്പോൾ എനിക്ക് വേറെ സന്തോഷം. ആദ്യമായിട്ട് ഒരു കുറേ നാൾ കൂടിയിട്ട് ഒരു പടത്തിൽ ഹീറോയ്ക്ക് കിട്ടുന്നത് അന്ന് 2010 10-11. അപ്പോൾ മൊത്തം ചെയ്ത് 3 ദിവസത്തെ ഡബിങ് ആയിരുന്നു തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ. സിബി സാർ ഉണ്ടായിരുന്നില്ല, സിബി സാറിന്റെ അസോസിയേറ്റ്സ് ഡബ് ചെയ്യിക്കുന്നത്. സിയാദ് കൊക്ര സാറായിരുന്നു പ്രൊഡ്യൂസർ. അങ്ങനെ വളരെ സന്തോഷമായിട്ട് 2 ദിവസം ഡബിങ് കഴിയുന്നു. ഇനി 3 സീനും കൂടെ കഴിഞ്ഞാൽ സിനിമ കഴിയും. അപ്പൊ എനിക്ക് സന്തോഷമുണ്ട്. സിബി മലയിൽ സാറിന്റെ പടത്തിലെ ഹീറോയ്ക്ക് വോയിസ് എന്ന് പറയുന്നത്. അങ്ങനെ 3-ാം ദിവസം ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തീരും. രാവിലെ 8 മണിക്ക് തുടങ്ങി 11 മണിക്ക് തീരും. ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ തിരിഞ്ഞു നോക്കിയപ്പോൾ സിബി സാറ് കയറി വരുന്നുണ്ട്. ബാക്കിൽ കൺസോളിൽ അദ്ദേഹം ഉണ്ട്. അപ്പം എന്നോട് മൈക്ക് വെക്കിട്ട് 1 സെക്കൻഡേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരാൾ വരുമ്പോൾ കുറച്ച് സംസാരിക്കാൻ ടൈം എടുക്കുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും മിണ്ടാതിരിക്കുന്നു. മൊബൈലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു അരമണിക്കൂറായിട്ടും തുടങ്ങുന്നില്ല. അവർ സീൻസ് ഇട്ട് കണ്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മണത്തു. എന്തോ കറക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഓഫ് കോഴ്സ് ഡയറക്ടർ വന്ന് കാണുമ്പോൾ കറക്ഷൻ. കുറിച്ച് സിബി സാറ് അകത്തേക്ക് കയറി വന്നിട്ടുണ്ട്. താനാണോ ആ തെലുങ്കിലെ നടന്, അന്ന് അല്ലു അർജുൻ എന്ന് പറഞ്ഞിട്ടില്ല, തെലുങ്കിലെ നടന് ശബ്ദം കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു അതെ. ഷോ, അങ്ങനെയാണെങ്കിൽ ഇത് മാറ്റേണ്ടി വരും, ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ വന്ന് കേട്ടപ്പോഴാണ് ഈ പെട്ടെന്ന് എനിക്ക് അപ്പം ഇത് കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മുഖമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ ശബ്ദം അങ്ങനെ വരുമ്പോഴേ. അപ്പോൾ അത് ഈ ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി ബാധിക്കും. ഞാനിങ്ങനെ ഒരു 2 സെക്കൻഡ് ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ തേണ്ട ഒന്നും വിചാരിക്കരുത്, നമ്മൾ വേറെ ആരെങ്കിലും വെച്ച് ട്രൈ ചെയ്തോളാം. അപ്പം ഞാനിങ്ങനെ പതുക്കെ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. അന്ന് ഞാൻ ആഡ് ഫിലിംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. 2011 എന്ന് പറയും. 2006 മുതലാണ് ആഡ് ഫിലിംസ് ചെയ്യുന്നത്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി, മറ്റൊരു ജോലി കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ പെടും, ഓൺലി ബിക്കോസ് ഓഫ് ദിസ് റീസൺ. അതായത് ഡബ് കൊണ്ട് മാത്രം ഉപജീവന മാർഗം കഴിച്ചിരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 2000 മുതൽ 2006 വരെ ഡബിങ് അല്ലാതെ വേറെ ജോലിയൊന്നുമില്ല. അതിനിടയ്ക്ക് ആങ്കറിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, ചാനൽ ആങ്കറിംഗും പരിപാടിയൊക്കെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. എന്നാലും റെഗുലർ ഇൻകം എന്ന് പറയുന്ന പരിപാടിയില്ല. അപ്പം അത് ഇങ്ങനെ ഒരു ജോലി സൈഡിൽ കൂടെ ഒരു ആഡ് ഫിലിം മേക്കിങ്ങോ മറ്റെന്തെങ്കിലോ ഞാൻ തുടങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ ഈ റീസൺ കൊണ്ട്. നിങ്ങൾ അപ്പോൾ അത് പറഞ്ഞു, ദൈവകൃപ കൊണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ തൊഴിലിനോട് കാണുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ പുലർത്തുന്ന ഒരു സത്യസന്ധത കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല, ദൈവം സഹായിച്ചു.